ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അവർക്ക് ഇപ്പോൾ നിങ്ങളോട് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെ ഇമോഷൻസ് ആണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത്? ഓക്കെ, യെസ്, ഹീലർ ഓഫ് ദി ഏജസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ സെപ്പറേഷൻ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഇപ്പോൾ വരേണ്ടതായിട്ടുള്ള ആണ്, അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മനസ്സിന് ഒരു ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നിലയിലേക്ക് പോകാനായിട്ട് കഴിയാത്ത രീതിയിൽ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു സോൾ തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു കാംനെസ് ആണ്, മൈൻഡിനൊരു കാംനെസ് ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് യെസ്, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിയും നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസസ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. ആൻഡ് യെസ്, അറ്റാച്ച്മെൻറ്റാണ് നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വികാരമായിട്ട് കാണുന്നത്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ, അതായത് ഒരു സോൾ ബോണ്ടിങ് എന്നൊക്കെ നമുക്ക് പറയാം, അത് ആ വ്യക്തി നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതിനേക്കാളും ഏറെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ റിയൽ ഫേസ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് എത്രത്തോളമാണ് നിങ്ങളോടുള്ള പ്രണയം, ആ ഒരു ഡെപ്ത് അവർ ഒരിക്കൽ പോലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ വ്യക്തി ആ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു ഫീലിങ്സാണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പലതവണ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് അവരുടെ മനസ്സിനെ മാറ്റാൻ അവർ സ്വയം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം വീണ്ടും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ചിന്ത മാത്രമാണ് അവരിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായത്. ആൻഡ് ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റീസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഇതെങ്കിലും അത്രത്തോളം തന്നെ നെഗറ്റിവിറ്റീസുമുള്ള റിലേഷൻഷിപ്പാണിത്. അതായത് രണ്ട് പേരും ഒരുപാട് ആഴത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്രത്തോളം തന്നെ വലിയ തടസ്സങ്ങളും കാണുന്നുണ്ട്. മെയിൻലി ഇതൊരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്ന റിലേഷൻഷിപ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചെടുത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളൊരു വ്യക്തി, നിങ്ങളുടെ ഹൃദയത്തിലുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ആൻഡ് യെസ്, ഇത് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആണ്, ഉള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളത്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും പലർക്കും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. ഈ വ്യക്തിയുടെ പ്രസൻസ് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ, ആ ഒരു സോൾ കണക്ഷൻ അത്രയും ഡീപ്പായിട്ട് കാണുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രയധികം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിസ്റ്റൻസിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട്
ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. അവരുടെ ഏത് കാര്യത്തിലാണോ ഇപ്പോൾ അവർ ഉള്ളത്, ആ സിറ്റുവേഷനിൽ അവർക്കതൊരു ഹാർഡായിട്ട് തോന്നുന്നുണ്ട്. ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിനോടെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഈ പ്രണയത്തിന് അവർക്കൊരു ഇമ്പോർട്ടൻസ് അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിലൊരു പ്രയോറിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, മേ ബി അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങളോടൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എത്രത്തോളം വലുതാണെന്നുള്ളത് അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. യെസ്, തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിരുന്ന നിമിഷങ്ങളിലാണ് അവർ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത്. അവരിപ്പോഴും ആ ഒരു നിമിഷങ്ങളിലാണ് ജീവിക്കുന്നത് തന്നെ. നിങ്ങളില്ലാത്ത ജീവിതം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഡാർക്ക്നെസ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരിപ്പോഴും ആ പഴയ കാലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മൊമെൻറ്റ്സുകൾ ഓർത്തെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും. യെസ്, തീർച്ചയായിട്ടും അവർ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്. അതായത് ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുന്നൊരു വ്യക്തിയാണ്. അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറയാം. അവർ ചിലപ്പോൾ ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ സംഭാഷണ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത, അവർക്ക് ഫിസിക്കൽ അപ്പിയറൻസിലൊരു അട്രാക്ഷൻ, അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുള്ളൊരു വ്യക്തിയാണ്. എല്ലാവരിലും ആ ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ യെസ്, തീർച്ചയായിട്ടും ആ ഒരു സോൾ ബോണ്ടിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഈ വ്യക്തിയോട് അങ്ങനെ ഒരു ക്രഷ് ഉണ്ടാവുന്നത്. അവരെ കാണുന്നത് മാത്രമല്ല, അവർ എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്താലും അത് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനൊരു പ്രത്യേകത ഈ വ്യക്തിയിലുണ്ടാകും. കാരണം അവർ ചിലപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നവരായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് വന്നാൽ അവർ ഒന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു തെറ്റ് നിങ്ങളങ്ങ് ക്ഷമിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു പ്രത്യേകത ഈ വ്യക്തിയിലുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. യെസ്, അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരമായിട്ടാണ്. ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് ഓവർ പൊസസീവ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കൂടുതൽ പൊസസീവ്നെസ് ഉള്ള വ്യക്തികളായിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്നേഹം അവർക്ക് നിങ്ങളോട് ഒരു എക്സ്ട്രാ രീതിയിലുള്ള ഒരു പ്രിഫറൻസ് അവർ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്സ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ അനുകൂലമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും എന്തൊക്കെ നെഗറ്റിവിറ്റീസാണ് നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിലും നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ചിലപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം കറക്റ്റ് ചെയ്യപ്പെട്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീകൺസിലേഷൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ എവർ ചേഞ്ച്. ഓക്കെ, ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതായിട്ടുള്ള. മറ്റൊരാളോട് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് പ്രയാസമാണ്. അതെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കുറച്ചധികം ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ സെപ്പറേഷനിൽ പോയ വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി പറയാണ് അവരുടെ ചില സ്വഭാവങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയാനായിട്ടുള്ള പ്രയാസമാണെന്നുള്ളത്. ഓക്കെ, ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നിനും പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരിക്കലും അത് അവർ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. മറ്റൊരാളെയും അവർക്ക് നിങ്ങൾക്ക് പകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് കാണാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻ. അവർ ചിന്തിച്ച പോലെയൊന്നുമല്ല ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതായത് അവർ
പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഔട്ട്കമാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ അവർ സ്വയം അവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാണുന്നത്. വി വിൽ ആൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഓക്കെ, അവർ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത്. ഓക്കെ, അവർക്ക് എപ്പോഴും അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം തന്നെയാണ്. ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അവർ ഭയക്കുന്നുണ്ട് ഇനിയും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് താമസിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ഭയം അവരിൽ എപ്പോഴും ഉണ്ട്. ആൻഡ് there were other things that got in the way of us being together. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുന്നത്. ഐ ഫെയിൽ ടു ഗീവ് യു വാട്ട് യു നീഡ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങൾ അർഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകാൻ പരാജിതരായി പോയി എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.